മാന്യ ശ്രോതാക്കൾക്ക് സാദര നമസ്കാരം. വളരെയധികം ഹൃദയവേദനയോടെയാണ് ഈ ഒരു പ്രത്യേക വിഷയം ജനസമൂഹത്തിൻ്റെ മുൻപിലെത്തിക്കുന്നതിന് ഹിന്ദു വിശ്വാസ് ചാനലിനെ അഭിമുഖീകരിക്കുന്നത്. വളരെയധികം വേദനാജനകമായ സംഗതി എന്ന് പറയുന്നത്, കേരളത്തിലെ ഹിന്ദുവിൻ്റെ തനതായ എല്ലാ ആഘോഷങ്ങളും ഹിന്ദുവിൻ്റെ തനതായ എല്ലാ ആരാധനാ കേന്ദ്രങ്ങളും മാത്രം തെരഞ്ഞുപിടിച്ച് മതസൗഹാർദ്ദ കേന്ദ്രങ്ങളാക്കുന്ന, മതസൗഹാർദ്ദ പരിപാടികളാക്കി മാറ്റുന്ന ഒരു പ്രത്യേകമായ പ്രവണത ആരുടെയൊക്കെയോ അജണ്ടയുടെ ഭാഗമായി നിർവഹിച്ചു വരുന്നു എന്ന് വേണം പറയുവാൻ. കാരണം ഇത് പറയുവാനുള്ള കാരണം, ഇതര മതവിഭാഗങ്ങളുടെ ഒരു കേന്ദ്രങ്ങളിലും അവരുടെ ഒരു ആചാര അനുഷ്ഠാന ആഘോഷങ്ങളിലും ഹൈന്ദവ ധർമ്മവിശ്വാസികളെയോ ധർമ്മഗുരുക്കന്മാരെയോ ധർമാചാര്യന്മാരെയോ സന്യാസിമാരെയോ ആരെയും തന്നെ പങ്കെടുപ്പിച്ച് കാണുന്നില്ല. അതേസമയം ഹിന്ദുവിൻ്റെ എല്ലാവിധമായ സംഗതികളിലും ഇത്തരത്തിലുള്ള ഒരു കടന്നുകയറ്റം എന്ന് തന്നെ വേണം പറയുവാൻ. ആരെയെങ്കിലുമൊക്കെ സ്വാധീനിച്ച് ഇതര മതവിഭാഗങ്ങളുടെ നേതൃത്വം അവിടേക്ക് കടന്നു ചെല്ലുന്നു. ഇപ്പൊ പാലൂരിലെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നബിദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില ചടങ്ങുകൾ ക്ഷേത്ര കൊടിമര ചുവട്ടിൽ നടത്തുമ്പോൾ ഇവിടെ ഇതിന് കാരണക്കാരായ രണ്ട് കൂട്ടരും, ഒന്ന് പാനൂര് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥാവകാശം അലങ്കരിക്കുന്ന പാനൂർ പണിക്കരന്മാരുടെ കുടുംബവും, അവർ ചിന്തിക്കണം, ഹിന്ദുവിൻ്റെ ആരാധനാലയത്തിലേക്ക് നബിദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇവരവിടേക്ക് കടന്നു വന്ന് അവരുടെ ആചാരപരമായ ഒരു കാര്യം നടത്തുമ്പോൾ അതിലൂടെ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? അവർ സുബ്രഹ്മണ്യസ്വാമിയെ ഭജിക്കുമെന്നോ, സുബ്രഹ്മണ്യസ്വാമിയും നബിതിരുമേനിയുമായുള്ള ബന്ധം, ഊഷ്മളമായ ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കുന്നു. എന്താണ് മനസ്സിലാവുന്നില്ല ഇത്. അപ്പൊ ഇത് ക്ഷേത്ര ആചാരങ്ങളുടെ അതികഠിനമായ ലംഘനമാണ്. ക്ഷേത്രാചാരങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു എന്ന് വേണം പറയുവാൻ. ഇതിന്ന് സർവ്വസാധാരണമായി വരികയാണ്. ശബരിമലയിലേക്ക് വരുന്ന സമയത്ത് വളരെ വളരെ പെട്ടെന്ന് തന്നെ പറയുകയാണ്, ശബരിമല ക്ഷേത്രം മതേതരത്വത്തിൻ്റെ പ്രതീകമാണ്. എവിടെയാണ് പറയുന്നത്? എത്ര ക്രൈസ്തവര്, എത്ര ഇസ്ലാമിസ്റ്റുകള് അയ്യപ്പധർമ്മത്തിൽ ആകൃഷ്ടരായി അയ്യപ്പധർമ്മത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇരുമുടിക്കെട്ട്, സ്വന്തം ഭവനത്തിൽ നിന്ന് ഇരുമുടിക്കെട്ടേന്തി വ്രതധാരികളായിട്ട് ശബരിമലയിലേക്ക് പരസ്യമായി വരാൻ എത്ര മുസ്ലിം കുടുംബങ്ങൾ തയ്യാറാണ്, എത്ര ക്രൈസ്തവ കുടുംബങ്ങൾ തയ്യാറാണ്. വിശ്വാസത്തോടെ വരട്ടെ. നാം ആലോചിച്ച് നോക്കേണ്ട വിഷയമാണ്. തെറ്റായ പല നുണക്കഥകളും പ്രചരിപ്പിച്ചുകൊണ്ട് അവിടെ ഒരു ഇസ്ലാമിക കേന്ദ്രമാക്കി മാറ്റുവാനുള്ള കുൽസിത ശ്രമം വളരെ കുറെ കാലമായി തന്നെ നടക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് 1950-കളിലെ ശബരിമല ക്ഷേത്രം തീവച്ച് നശിപ്പിച്ചവരുടെ ഗൂഢമായ ഉദ്ദേശം എന്തായിരുന്നു? കാനന ക്ഷേത്രമായ ഹിന്ദുവിന്റെ ആരാധനാ കേന്ദ്രമായ കലിയുഗവരതനായ ഭഗവാൻ പൊന്നയ്യപ്പന്റെ തിരുമുറ്റത്ത് അനധികൃതമായി അവിടെ കയറി ഭഗവാന്റെ ശ്രീകോവിൽ വെട്ടിപ്പൊളിച്ച് ഭഗവാന്റെ വിഗ്രഹം അടിച്ചു തകർത്ത് ആ ക്ഷേത്രത്തിന് തീയിട്ടത് എന്തിനു വേണ്ടിയാണ്? അവർ വിശ്വാസികളാണോ? ഇതാണോ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായി? ഇതൊക്കെ മറക്കണമോ ഹിന്ദു? കേരളത്തിലെ ഹിന്ദു ഇതൊക്കെ മറക്കണോ? 1983 മാർച്ച് മാസം 23-ാം തീയതി നിലയ്ക്കൽ മഹാദേവനെ തല്ലിത്തകർത്തുകൊണ്ട്, നിലയ്ക്കൽ പള്ളിയറക്കാവ് ദേവീക്ഷേത്രം തകർത്തുകൊണ്ട്, നാഗരാജാവിൻ്റെയും നാഗേക്ഷിയുടെയും വിഗ്രഹങ്ങൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട്, അവിടെ മണ്ണിപ്പറമ്പിൽ MD ജോസഫിന്റെ ചാണകക്കുഴിയിൽ സൂക്ഷിച്ചിരുന്നു എന്ന് അറിയാൻ സാധിച്ച, മനസ്സിലാക്കാൻ സാധിച്ച ആ കുരിശ് നിലയ്ക്കൽ എന്തിനു വേണ്ടിയാണ് സ്ഥാപിച്ചത്? ഇത് മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമാണോ? മതകലഹം ഉണ്ടാക്കാനല്ലേ ഇത് സഹായിക്കുകയുള്ളൂ? ഇന്ന് ഭഗവാന്റെ പൂങ്കാവനത്തില് ഇട്ടിയപ്പനും സംഘവും കയറി നടത്തുന്ന കടന്നാക്രമണങ്ങളെ സംബന്ധിച്ച് എല്ലാവരും വിസ്മരിക്കുകയാണ് ചെയ്യുന്നത്. നാം ആലോചിച്ച് നോക്കണം.
ശബരിമലയെ ഏത് വിധേനയും തകർക്കുന്നതിന് വേണ്ടി, അയ്യപ്പ ഭക്തന്മാർ അവിടേക്ക് വരാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം ദുരിതപൂർണമായ സാഹചര്യമാണ് ആ തീർത്ഥാടകർക്ക് നേരെ സർക്കാർ പോലും തൊടുത്തുവിടുന്നത് എന്ന് നാം മനസ്സിലാക്കണം. 2018 സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കേവലം ഒരു സ്ത്രീ വിഷയമല്ല ശബരിമലയുമായിട്ടുണ്ടായിരുന്നത്. ആ വിധിയിലൂടെ കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് യങ് ലോയേഴ്സ് അസോസിയേഷനുമായി ചേർന്ന് നടത്തിയ ഗൂഢപദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ശബരിമലയെ തകർക്കുന്നതിന് വേണ്ടി അവർ സമ്പാദിച്ച വിധി ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ ഡിഫെൻസീവ് ജഡ്ജ്മെന്റിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് അവർ പൂർണ്ണമായും ആ ജഡ്ജ്മെന്റ് ക്ഷേത്രങ്ങളിൽ പരിപാലിക്കേണ്ടതായ ശുദ്ധിയും അശുദ്ധിയും പാടെ നഷ്ടപ്പെടുന്ന സാഹചര്യം സൃഷ്ടിക്കുമായിരുന്നു. രാത്രിയുടെ മറവിൽ യൗവനയുക്തകളായ 2 സ്ത്രീകളെ പോലീസിന്റെ സഹായത്തോടുകൂടി ദിവസങ്ങളോളം അന്യസംസ്ഥാനങ്ങളിൽ ഒളിവിൽ പാർപ്പിച്ച ശേഷം ആംബുലൻസിലും അതേപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വാഹനത്തിലും ട്രാക്ടറിലും ഒക്കെയായി കളവായി കടത്തിക്കൊണ്ടുവന്ന് എന്തിനു വേണ്ടിയായിരുന്നു? ഈ ക്ഷേത്രത്തെ തകർക്കുന്നതിന് വേണ്ടിയായിരുന്നില്ലേ? വിശ്വാസികളെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നില്ലേ? ആചാരങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നില്ലേ ഇത്തരം പ്രവർത്തനങ്ങൾ മുഴുവനും ചെയ്തിരുന്നത്? അവിടെ എത്തുന്ന ഇന്ന് ഒരു ഭക്തന്റെ അവകാശത്തെ പോലും ദേവസ്വം ബോർഡ് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പൊതുവിലെ എല്ലായിടത്തും ഈ ഒരു നടപടി ഇപ്പോൾ പറയുന്നു 80,000 പേരെ ഒരു ദിവസം പടി കയറാൻ പാടുള്ളൂ. വരുന്ന അയ്യപ്പ ഭക്തന്മാരെ മുഴുവൻ നിങ്ങൾക്ക് ക്രൗഡ് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് അവിടെ അയ്യപ്പ ഭക്തന്മാർക്ക് വിശ്രമിക്കുവാൻ, ആഹാരം തയ്യാറാക്കുവാൻ, പണ്ട് പുരാതന കാലം മുതൽ നടന്നു വന്നിരുന്ന വിരിവെക്കാൻ ഇടം കൊടുക്കുകയാണ് ദേവസ്വം ബോർഡും സർക്കാരും ചെയ്യേണ്ടത്. അവർക്ക് സുഖദർശനവും സുന്ദരമായ തീർത്ഥാടനവും ഉറപ്പാക്കുന്നതിന് വേണ്ട സൗകര്യങ്ങളല്ല. നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്നത് ശരിയായ ഒരു രീതിയല്ല. അതുകൊണ്ട് എത്തുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് അവിടുത്തെ നിവേദ്യാദി പ്രസാദങ്ങളിൽ കടുത്ത മാലിന്യം കൂമ്പാരങ്ങളാണ് അതിനകത്ത്. സർക്കാരിന്റെ ലാബറട്ടറികളിൽ പോലും പരിശോധിച്ച് അരവണപ്പായസത്തിൽ ചേരുവയിൽ ഒന്നായിട്ടുള്ള ഏലക്കാപ്പൊടി, അതിൽ ഏതാണ്ട് 13 തരത്തിലുള്ള മാലിന്യങ്ങൾ, 13-14 ഇനം മാലിന്യങ്ങളാണ് അതിലുണ്ടായിരിക്കുന്നത് എന്നാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ഇന്ന് ആന്ധ്രയിലെ തിരുപ്പതി ദേവസ്ഥാനത്ത് ലഡ്ഡു ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഉപയോഗിച്ച നെയ്യ്, ഇന്ന് കേരളത്തിലെ ഇവിടുത്തെ ഫുഡ് സേഫ്റ്റി വിഭാഗം അവരെന്ത് പരിശോധനയാണ് ഇവിടെ നടക്കുന്നത്? തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തി വിദേശ രാജ്യത്ത് നിന്നും ഇറക്കുമതി ചെയ്യുന്ന സോപ്പ് നിർമ്മാണത്തിന് എന്ന ലേബലിൽ ഇറക്കുമതി ചെയ്യുന്ന മൃഗക്കൊഴുപ്പാണ് ഇവിടെ രാസപ്രവർത്തനങ്ങൾക്ക് വിധേയമാക്കിയതിന് ശേഷം വില കുറഞ്ഞ നെയ്യ് എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും വിൽക്കുന്നു. പൊതുവെ ആളുകള് ഭഗവാന് സമർപ്പിക്കുന്ന വസ്തുക്കള് ടെമ്പിൾ ഗോൾഡ് പ്രത്യേകമാണ്, പൂജാദ്രവ്യങ്ങൾ അതേപോലെ തന്നെ. ഈ ശബരിമലയിലെ എത്തുന്ന നെയ്യ്, ശബരിമലയിൽ ശുദ്ധമായ പശുവിൻ നെയ്യ് അല്ലാതെ മറ്റൊരു നെയ്യും അഭിഷേകത്തിന് ഉപയോഗിക്കരുത്. ഭക്തൻ കൊണ്ടുവരുന്ന നെയ്യ് പോലും അത് പരിശോധനയ്ക്ക് വിധേയമാക്കണം. കാരണം ഇവിടെ എത്തുന്നത് മൃഗക്കൊഴുപ്പുകളിൽ നിന്നും തയ്യാറാക്കുന്നതാണ്. അല്ലെങ്കിൽ സർക്കാർ അതിന് കൃത്യമായ പരിശോധനാ സംവിധാനങ്ങൾ ഉണ്ടാവണം. ദേവസ്വം ബോർഡ് വില കുറഞ്ഞ നെയ്യ് വാങ്ങുന്നുണ്ടോ, നെയ്യ് ഉപയോഗിക്കുന്നുണ്ടോ, ആ നെയ്യ് ശുദ്ധമായ പശുവിൻ നെയ്യാണോ, ഭഗവാന്റെ അനുഗ്രഹ കലകളെ, ഭഗവാന്റെ ചൈതന്യത്തെ ഇല്ലായ്മ ചെയ്യുന്ന മാലിന്യം കലർന്ന പൂജാദ്രവ്യങ്ങള് ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഗുരുവായൂരപ്പന്റെ തിരുസന്നിധിയിൽ നമുക്ക് കാണാം, ഇതര മതവിഭാഗങ്ങൾ വന്ന് ചിത്രം വരച്ചിട്ട് അവർക്ക് ഗുരുവായൂരപ്പനോട് ഭക്തി ഉണ്ടെന്ന് പറയുകയും അവരുടെ മതവിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് അള്ളാഹു അല്ലാതെ മറ്റൊരു സങ്കല്പത്തെ ഈശ്വരനായി ചിന്തിക്കാൻ പോലും കഴിയാത്ത താത്ത പടം വരച്ച് കാശുണ്ടാക്കാൻ വേണ്ടി ഗുരുവായൂരപ്പനെ പോലും ചീട്ടാക്കുന്ന ഒരു ശൈലി. ബഹുമാനപ്പെട്ട കോടതിക്ക് ഇടപെടേണ്ടി വന്നു. എന്താണ് അവിടുത്തെ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ചുമതല എന്താണ്?
അന്യസംസ്ഥാനം എന്ന് പറയാൻ പറ്റത്തില്ലോ. അതിഥി തൊഴിലാളികൾ അവിടുത്തെ നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മാംസാഹാരം അമ്പലത്തിന്റെ പരിസരത്ത്, ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസരത്ത് കൊണ്ടുവന്ന് പാചകം ചെയ്യാൻ നാളെ ഭഗവാന്റെ നടപ്പന്തലില് അകത്ത് കൊണ്ടുവരുമോ എന്ന് പോലും ഭയക്കുകയാണ് ചെയ്യുന്നത്. കാരണം 2018 സുപ്രീം കോടതി വിധി അനുസരിച്ച് ശുദ്ധി അശുദ്ധി പാടില്ല എന്ന് പറയുന്ന സമയത്ത് ഇതൊക്കെ തന്നെ ഭഗവാൻ ഉണ്ടായിരുന്ന പ്രത്യേകമായ പ്രിവിലേജുകളൊക്കെ എടുത്തു കളയണമെന്നും, എന്തിന് സ്ത്രീകൾക്ക് ആർത്തവകാലത്ത് പോലും ക്ഷേത്രത്തിനുള്ളിൽ കടക്കാമെന്നും പുലവാലായ്മകൾ പാലിക്കേണ്ടതില്ല എന്നും ഒക്കെ ആ കോടതി വിധിയിൽ പരാമർശമുണ്ട്. അതിനെതിരെയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് റിട്ട് പെറ്റീഷനും റിവിഷൻ പെറ്റീഷനും ഫയൽ ചെയ്ത് അതിനെ ഇന്ന് സെറ്റസൈഡ് ചെയ്തുകൊണ്ട് വിശാല ബെഞ്ചില് ഇന്ന് പൂർണ്ണമായി ഓപ്പൺ കോടതിയിൽ അത് കേൾക്കാമെന്നും വിശാല ബെഞ്ച് രൂപീകരിക്കാമെന്നും സുപ്രീം കോടതിയുടെ ഉറപ്പുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ സർക്കാർ ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്ത്രീകളെ കയറ്റാതിരിക്കുന്നത്. ഇത്തരത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ഒരു ഭാഗത്തുകൂടി മുസ്ലിമങ്ങളും ക്രൈസ്തവരും എന്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ക്രൈസ്തവരെ വെള്ളച്ചന്റെ പേര് പറയുന്നു, മുസ്ലിമങ്ങൾ വാവരുടെ പേര്. ഈ രണ്ട് സങ്കല്പങ്ങളും ശബരിമലയുമായി ഒരു ബന്ധവും ഇല്ലാത്തതാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ഇല്ലെങ്കിൽ എന്ത് തെളിവുകളാണ് ഇവരുടെ കൈവശമുള്ളത്? നാം ആലോചിച്ച് നോക്കേണ്ടതാണ്. അപ്പൊ ഇത്തരത്തില് വ്യക്തമായ തെളിവുകൾ, രേഖകളൊക്കെ തന്നെയും ഹൈന്ദവ സമൂഹത്തിന്റെ കൈവശം ഉണ്ടായിട്ട് കൂടി ഇത്തരത്തില് ഹിന്ദുവിനെ ഇല്ലായ്മ ചെയ്യുന്നത് സർക്കാർ സ്പോൺസേഡ് പ്രോഗ്രാമായി മാറിയിരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് മുസ്ലിം ജിഹാദികള് ഇന്ന് ഇത്തരത്തില് ക്ഷേത്ര നടയിലേക്ക് കയറി കഴിഞ്ഞിരിക്കുന്നു. നബിദിനാഘോഷം ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുന്ന കാലം അതിവിദൂരമല്ല. വഖഫ് നിയമങ്ങൾ 1954 രൂപീകൃതമായത് 1995 2013 ഭേദഗതി കൊണ്ടുവന്നതൊക്കെ തന്നെയും എന്തിനു വേണ്ടിയായിരുന്നു? മുസ്ലിമിന്റെ അധികാരം ഈ മണ്ണിൽ ഉറപ്പിക്കുന്നതിന്, ഇവിടുത്തെ മഹാഭൂരിപക്ഷം എന്ന് അവകാശപ്പെടുന്ന ഹൈന്ദവ സമൂഹത്തെ ഈ നാട്ടിൽ നിന്ന് അവന്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ആരാധനാ കേന്ദ്രങ്ങളെ പോലും ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവനെ ഇവിടുന്ന് എന്നേക്കുമായി മൂടോടെ പിഴുതെറിയുന്നതിന് വേണ്ടിയാണ് വഖഫ് നിയമങ്ങളൊക്കെ തന്നെ ഇന്ന് കൊണ്ടുവന്നത്. ഇന്ന് പ്രാബല്യത്തിൽ കൊണ്ടുവരുവാൻ ഇന്ന് അവര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഭാഗ്യവശാൽ സുശക്തമായ ഒരു കേന്ദ്ര ഭരണം ഇന്ന് അതിനെതിരെ ആവുന്ന തരത്തിൽ പ്രതികരിക്കുന്നവരോട് 100% യോജിക്കുകയാണ് ചെയ്ത മുഴുവൻ ഹൈന്ദവ സമൂഹവും ക്രൈസ്തവ സമൂഹവും ഈ രാജ്യത്തെ ജനാധിപത്യം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന, മതേതരത്വം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന, യഥാർത്ഥ മതേതരത്വം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ജനസമൂഹവും കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ വഖഫ് ഭേദഗതി ബില്ല് നിയമമാക്കുവാൻ എല്ലാ തരത്തിലും വേണ്ട ശ്രമം ഉണ്ടാവണമെന്നാണ്. ഇന്ന് അതിനുവേണ്ടി രൂപീകരിച്ച ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അവര് ഇന്ന് ചെയ്തിരിക്കുന്നതാണ്. ഇന്ന് 2ാമത്തെ റൗണ്ടോ 3ാമത്തെ റൗണ്ടോ മുസ്ലിം മതപണ്ഡിതന്മാരുമായിട്ട് ചർച്ച നടത്തുകയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടി നാം ആലോചിക്കേണ്ട വിഷയമാണ്. അപ്പൊ ഇത്തരത്തില് എല്ലാ ക്ഷേത്രങ്ങളും, പൂർണ്ണത്രയീശ ക്ഷേത്രം, പൂർണ്ണത്രയീശന്റെ തിരുമുറ്റം ഇന്ന് മുസ്ലിമങ്ങൾക്ക് തേരോട്ടം നടത്തുന്നതിന് വേണ്ടി ദേവസ്വം ജീവനക്കാർ, കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ജീവനക്കാര് അവരതിനകത്ത് മുഴുവൻ കയറി നടക്കുന്നതായ ഒരു സ്ഥിതിവിശേഷമാണ് കാണാൻ കഴിയുന്നത്. അഹിന്ദുക്കൾക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശനമില്ല എന്ന് എല്ലാ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ മുൻപില് പണ്ടുകാലത്ത് ബോർഡുകൾ പ്രദർശിപ്പിക്കുമായിരുന്നു. ഇന്ന് ദേവസ്വം ജീവനക്കാരെ ആ ബോർഡുകൾ പ്രദർശിപ്പിക്കാറില്ല. അപ്പൊ അതിലെവിടെയാണ് ഭേദഗതി? ദേവസ്വം മാനുവലില്, ദേവസ്വം നിയമത്തിൽ എവിടെയാണ് ഭേദഗതി വരുത്തിയിരിക്കുന്നത്? എല്ലാവർക്കും കയറാമെന്നുള്ള ഒരു ഭേദഗതി കൊണ്ടുവന്നത് ആരുടെ അനുവാദത്തോടു കൂടി? ഈ ദേവസ്വം ജീവനക്കാർക്ക് എന്ത് അധികാരമാണുള്ളത്? ഇതര മതവിഭാഗങ്ങളെ അല്ലെങ്കിൽ അവർ ഭക്തന്മാരായിരിക്കണം, യാതൊരു വിധമായ തർക്കവുമില്ല. ഏത് മുസൽമാനും ഏത് ക്രൈസ്തവ സഹോദരനും ഞാൻ പൂർണ്ണത്രയീശന്റെ വിശ്വാസിയാണ്, പൂർണ്ണത്രയീശനെ ഞാൻ ഭജിക്കുന്നു, ഞാൻ ഭക്തനാണ്, 2 കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണ്. സനാതനധർമ്മ വിശ്വാസികളായിട്ട് അവർ വരുന്ന പക്ഷം അവരെ സ്വീകരിക്കാൻ തയ്യാറാണ്. മറിച്ച് ഹിന്ദുവിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളെയും ക്ഷേത്ര സങ്കല്പത്തെയും ക്ഷേത്ര ചൈതന്യത്തെയും ഇല്ലായ്മ ചെയ്യുന്ന നടപടികളോട് അതിശക്തമായി പ്രതിഷേധിക്കും എന്നതിന്, പ്രതികരിക്കും എന്നതിന് 2 പക്ഷമില്ല. നമസ്കാരം.